ദുൽഖർ സൽമാൻ മൂവിയായ ലക്കി ഭാസ്കർ 16ാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. വെള്ളിയാഴ്ച ഈ ഒരു ചിത്രം ഇന്ന് എങ്ങനെ ബോക്സ് ഓഫീസിൽ മുന്നേറുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ വേൾഡ് വൈഡ് കങ്കുവ എന്ന സൂര്യ ചിത്രം റിലീസായതിനാൽ പല ഏരിയയിലും ഷോയും കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കങ്കുവ എന്ന ചിത്രത്തിന് വേൾഡ് വൈഡ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 16ാം ദിവസം വെള്ളിയാഴ്ച എല്ലാ തിയേറ്ററിലും ചിത്രത്തിന്റെ ഷോയും കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ടുണ്ട്. 16ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ചെന്നൈയിൽ മാത്രം 90ന്റെ അടുത്ത ഷോകളാണ് ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൻ്റെത് കളിക്കുന്നത്. ഓർക്കുക, സൂര്യയുടെ വൻ കോട്ടയിലാണ് ദുൽഖർ സൽമാന്റെ വൻ മുന്നേറ്റം എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഇതാ കേരളത്തിലെ ചിത്രത്തിന്റെ 15 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഏകദേശം 19 കോടിക്കടുത്താണ് ചിത്രത്തിന് ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്നും സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. കേരളത്തിൽ ചിത്രം 20 കോടിയും കടന്ന് ഒട്ടനവധി ദൂരം സഞ്ചരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഈ ആഴ്ചയും തിയേറ്റർ ഭരിക്കാൻ പോകുന്നത് കേരളത്തിൽ ലക്കി ഭാസ്കർ എന്ന ചിത്രം തന്നെയായിരിക്കും. ചിത്രത്തിന് ഇപ്പോൾ കേരളത്തെക്കാൾ കൂടുതൽ കളക്ഷൻ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇതിനോടകം തന്നെ ചിത്രം 12 കോടിക്കടുത്ത് കളക്ഷൻ നേടിക്കഴിഞ്ഞു. 20 CR തമിഴ്നാട് ടച്ച് ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. ചിത്രം വേൾഡ് വൈഡ് 100 CR അടിച്ച കാര്യം ദുൽഖർ സൽമാൻ FBയിലൂടെ ഇന്നലെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ബുക്ക് മൈ ഷോ ആപ്പിലും ചിത്രം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാവുന്നു. ചെന്നൈയിലെ ഷോകളെല്ലാം രാത്രികത്തേതും അതുപോലെ തന്നെ ഈവനിങ് ഷോകളെല്ലാം ഫാസ്റ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുന്നു രാവിലെ തന്നെ. പിന്നെ പലർക്കും അറിയേണ്ടത് ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ എന്ന് റിലീസാകുമെന്നുള്ളതാണ്. യാതൊരുവിധ അപ്ഡേറ്റും ഇതുവരെയും ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ റിലീസാവുന്നതിനെ കുറിച്ച് വന്നിട്ടില്ല. ചിലർ പറയുന്നു ചിത്രം OTTയിൽ റിലീസാവുന്ന സമയത്ത് മാത്രമേ ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന്. ചിത്രത്തിന്റെ ഹിന്ദി വേർഷനും കൂടെ തിയേറ്ററിൽ എത്തിയാൽ വേറെ റേഞ്ച് കളക്ഷനിലേക്ക് എത്തപ്പെടാനുള്ള എല്ലാവിധ സാധ്യതയും ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൽ കാണുന്നുണ്ട്. DQവിന്റെ തന്നെ സീതാരാമം എന്ന ചിത്രം ഹിന്ദിയിൽ റിലീസായ സമയത്ത് അവിടെ നിന്നും നല്ലൊരു കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചിരുന്നു. ആ ഒരു റേഞ്ചിലേക്ക് എത്തപ്പെടും ഉറപ്പാണ് ലക്കി ഭാസ്കർ. OTT റിലീസ് ആകുമ്പോൾ ഹിന്ദി വേർഷൻ വരാതെ തിയേറ്ററിൽ തന്നെ ഹിന്ദി വേർഷൻ റിലീസ് ആവണമെന്നാണ് നമ്മുടെ അഭിപ്രായം. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിരുജനാസ്.